വൈവിധ്യങ്ങളെ, അതുപോലെ തന്നെ സാംസ്കാരിക വൈവിധ്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ പ്രതീകമാണ് കാസർഗോഡും തൃക്കരിപ്പൂരും. തീർച്ചയായിട്ടും ആ വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്ന ഈ മനോഹരമായ നാട്ടിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഇവിടെയുള്ള ആളുകൾ അവരിൽ ഒരാളായിട്ട് എന്നെ ചേർത്ത് നിർത്തി എന്നുള്ളതാണ് ഈ സ്വീകരണം കൊണ്ട് നമ്മൾ കാണുന്നത്. ഇത് തൃക്കരിപ്പൂരിന്റെ വടകര മൊമെന്റ് ആണ്. ഈ തൃക്കരിപ്പൂരിനെ കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലത്തെ ഒരു ഇരുണ്ട ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഏറ്റവും സുവർണ അവസരമാണ് വന്നിട്ടുള്ളത്. തൃക്കരിപ്പൂരിലെ ജനങ്ങൾ, ഇവിടുത്തെ CPM പ്രവർത്തകരടക്കമുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ദുർഭരണം ഇവിടെ അവസാനിക്കണം. വികസനത്തിന്റെ വെള്ളി വെളിച്ചം തൃക്കരിപ്പൂരിലേക്ക് കടന്നു വരണം. ഇവിടെ നഷ്ടപ്പെട്ടിട്ടുള്ള നിരവധി ദശാബ്ദങ്ങളുണ്ട്. അതെല്ലാം തിരിച്ചു പിടിക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന UDF ഗവൺമെന്റിന്റെ ഭാഗമായി ഒരു ജനപ്രതിനിധി ഇവിടെ ഉണ്ടാകണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് തൃക്കരിപ്പൂരിലെ യുവജനങ്ങൾ മുതൽക്ക് എല്ലാ നാനാവിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി ഇത്തവണ UDFനൊപ്പം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. കാലാകാലങ്ങളായിട്ട് LDF ഭരിക്കുന്ന ഒരു മണ്ഡലമാണിത്. അതെങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് ചിന്തിക്കുന്നത്. കാലാകാലങ്ങളായി പല ആളുകളും ഭരിച്ചിട്ടുള്ള കോട്ടകൊത്തളങ്ങളൊക്കെ തകർന്നു വീഴുന്ന കാലഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങൾ UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി ഏറ്റെടുത്തു കഴിഞ്ഞു. ഈ ആവേശം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോകും. അത്യുജ്വലമായിട്ടുള്ള വിജയം UDFന് തൃക്കരിപ്പൂരിലുണ്ടാകും.